2012 മെയ് 24 ടോക്കിയോ, ജപ്പാൻ. ടോക്കിയോയിലെ ഒരു 4 സ്റ്റാർ ഹോട്ടലായ കിയോ പ്ലാസയിലെ മാനേജർക്ക് അവിടെയുള്ള കസ്റ്റമറിൽ ഒരാളിൽ നിന്നും ഒരു പരാതി ലഭിച്ചു. റൂം നമ്പർ 1427 നിന്നും വളരെ നേരമായി ഒരു സ്ത്രീയുടെ ശബ്ദം കേൾക്കുന്നു, ഞങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല എന്നതായിരുന്നു പരാതി. ഉടനെ തന്നെ ഹോട്ടൽ മാനേജർ ആ റൂമിന് പുറത്തെത്തി ഡോറിൽ മുട്ടി വിളിച്ചെങ്കിലും ആരും ഡോർ തുറന്നില്ല. അകത്ത് ഒരു സ്ത്രീയുടെ ഞരക്കം മാത്രം കേൾക്കുന്നുണ്ട്. ഡോർ അകത്തു നിന്നും പൂട്ടിയിട്ടില്ല എന്ന് മനസ്സിലായതോടെ അദ്ദേഹം ഡോർ തുറന്ന് അകത്ത് കയറി. ഈ സമയം ശ്വാസമെടുക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ ഒരു പെൺകുട്ടി നിലത്ത് കിടക്കുന്ന കാഴ്ചയാണ് അദ്ദേഹം കണ്ടത്. അവളുടെ മുഖം വിളറി വെളുത്തിരിക്കുന്നു, ചുണ്ട് നീല നിറമായിട്ടുണ്ട്. ആ റൂമിൽ മദ്യത്തിന്റെയും ഡ്രഗ്സിന്റെയും രൂക്ഷഗന്ധമുണ്ടായിരുന്നു. ഇതോടെ ഡ്രഗ് ഓവർഡോസ് കാരണമാണ് ആ പെൺകുട്ടി ഈ അവസ്ഥയിലായിരിക്കുന്നത് എന്നാണ് ഹോട്ടൽ മാനേജർ ആദ്യം വിചാരിച്ചത്. എന്നാൽ പെട്ടെന്നാണ് അദ്ദേഹം ഒരു കാര്യം ഓർത്തത്. ആ റൂം എടുത്തിരിക്കുന്നത് ഈ പെൺകുട്ടിയല്ല, അമേരിക്കക്കാരനായ ഒരു യുവാവാണ്. അവനെയാണെങ്കിൽ റൂമിൽ കാണുന്നുമില്ല. അവന്റെ സുഹൃത്ത് തൊട്ടടുത്ത റൂമിൽ തന്നെയാണ് താമസിക്കുന്നത്. ഇതോടെ മാനേജർ ആ റൂമിൽ പോയി നോക്കിയപ്പോഴാണ് ഞെട്ടിക്കുന്ന മറ്റൊരു കാഴ്ച കൂടി കണ്ടത്. അവിടെ റേപ്പ് ചെയ്യപ്പെട്ട അവസ്ഥയിൽ മറ്റൊരു പെൺകുട്ടി അൺകോൺഷ്യസ് ആയി കിടക്കുന്നു. 19ഉം 21ഉം വയസ്സുള്ള 2 അമേരിക്കൻ യുവാക്കളായിരുന്നു ആ റൂമുകളിൽ താമസിച്ചിരുന്നത്. അവരാണെങ്കിൽ മിസ്സിംഗുമാണ്. ഹോട്ടൽ മാനേജർ എമർജൻസി നമ്പറിലേക്ക് വിളിച്ച് കാര്യം പറഞ്ഞു. ഉടനെ തന്നെ കിയോ പ്ലാസ ഹോട്ടലിലെത്തിയ എമർജൻസി ടീം ആ 2 പെൺകുട്ടികളെയും കൊണ്ട് ടോക്കിയോ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലേക്ക് കുതിച്ചു. അയർലാൻഡിൽ നിന്നും ജപ്പാനിലേക്ക് പഠിക്കാനായി എത്തിയ കോളേജ് സ്റ്റുഡൻസ് ആയിരുന്നു ആ 2 പെൺകുട്ടികളും. അതിൽ ഒരു പെൺകുട്ടിയെ രക്ഷിക്കാനായെങ്കിലും ഹോട്ടൽ മാനേജർ ആദ്യം കണ്ടെത്തിയ 21 വയസ്സുള്ള നിക്കോള ഫർലോങ് എന്ന പെൺകുട്ടി മരണത്തിന് കീഴടങ്ങി. ആരായിരുന്നു നിക്കോള ഫർലോങ്? അവളോടും അവളുടെ സുഹൃത്തിനോടും ഈ ക്രൂരത കാണിച്ചത് ആരാണ്? ആ അമേരിക്കൻ യുവാക്കൾക്ക് ഈ കേസിലുള്ള പങ്കെന്താണ്? 2012 ജപ്പാനിൽ നടന്ന ഒരു ട്രൂ ക്രൈം കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു. വെൽക്കം ബാക്ക്. ഡിസംബർ 17 അയർലാൻഡിലെ വാക്സ്ഫോർഡിലാണ് നിക്കോള ഫർലോങ് ജനിച്ചത്. ആൻഡ്രൂ ഫർലോങ്ങും ഏഞ്ചലിയുമായിരുന്നു നിക്കോളയുടെ പാരന്റ്സ്. ആൻഡ്രിയ, ഹന്ന എന്നിങ്ങനെ 2 സഹോദരിമാരും നിക്കോളയ്ക്കുണ്ടായിരുന്നു. സ്കൂൾ പഠനകാലത്ത് തന്നെ പരിചയപ്പെട്ട ഡാനിയായിരുന്നു നിക്കോളയുടെ ബോയ്ഫ്രണ്ട്. ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയതിനു ശേഷം ബിസിനസ് പഠിക്കുന്നതിനായി ഡബ്ലിൻ സിറ്റി യൂണിവേഴ്സിറ്റിയിലാണ് നിക്കോള അഡ്മിഷൻ എടുത്തത്. അവിടെ തന്നെ ജാപ്പനീസ് ലാംഗ്വേജും അവൾ പഠിച്ചിരുന്നു. ജാപ്പനീസ് പഠിക്കുന്നത് അവൾ വളരെയധികം എൻജോയ് ചെയ്തിരുന്നു. അതുകൊണ്ടും കൂടിയാണ് വിദേശത്ത് പഠിക്കാൻ ഒരവസരം ലഭിച്ചപ്പോൾ ജപ്പാനിലേക്ക് പോവാൻ അവളുടെ അച്ഛൻ ആൻഡ്രൂ ഫർലോങ് പെർമിഷൻ കൊടുത്തത്. എക്സ്ചേഞ്ച് പ്രോഗ്രാമിന്റെ ഭാഗമായി 1 വർഷത്തേക്കാണ് അയർലാൻഡിലെ ഡബ്ലിൻ സിറ്റി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്ന നിക്കോള ഫർലോങ്ങിന് ജപ്പാനിലെ ടക്കാസാക്കി സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് എക്കണോമിക്സിൽ പഠിക്കാൻ അവസരം ലഭിച്ചത്. ഇതോടെ 2011 അവൾ ജപ്പാനിലെത്തി. യൂറോപ്യൻ കൾച്ചറിൽ നിന്നും പെട്ടെന്ന് ഏഷ്യൻ കൾച്ചറിലേക്കുള്ള മാറ്റം ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ അവൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. ജപ്പാനിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ വളരെ കുറവായിരുന്നതിനാൽ കാര്യമായ സുഹൃത്ത് ബന്ധങ്ങളൊന്നും ആദ്യം നിക്കോളയ്ക്ക് ലഭിച്ചിരുന്നില്ല. എന്നാൽ അയർലാൻഡിൽ തന്നെയുള്ള മറ്റൊരു പെൺകുട്ടിയെ അവൾ പരിചയപ്പെട്ടതോടെ അവരുടെ ജീവിത രീതികൾ മൊത്തത്തിൽ മാറി. ജപ്പാനിലെ മിക്ക സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്യാനും എൻജോയ് ചെയ്യാനും അവർക്ക് കഴിഞ്ഞു. ജപ്പാനിലെ 1 വർഷത്തെ പഠനം അവർ ആഘോഷമാക്കി. ജീവിതത്തിൽ എന്നും ഓർത്തു വയ്ക്കാൻ കഴിയുന്ന ധാരാളം നിമിഷങ്ങളാണ് ജപ്പാൻ അവർക്ക് സമ്മാനിച്ചത്. എന്നാൽ എല്ലാം കീഴ്മേൽ മറിഞ്ഞത് പെട്ടെന്നായിരുന്നു. നിക്കോള ഫർലോങ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അയർലാൻഡിലേക്ക് തന്നെ തിരിച്ചു പോവാൻ 2 മാസങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. 2012 മെയ് 23 അന്ന് ടോക്കിയോയിൽ വെച്ച് അമേരിക്കൻ റാപ്പ് സിംഗറായ നിക്കി മിനാജിന്റെ ഒരു മ്യൂസിക് പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. ആ പ്രോഗ്രാം കാണുന്നതിനു വേണ്ടി നിക്കോള ഫർലോങ്ങും അവളുടെ ഫ്രണ്ടും ടോക്കിയോയിലെത്തി. നിക്കോളയുടെ ഫ്രണ്ടിന്റെ പേര് ഈ വീഡിയോയിൽ എവിടെയും പറയുന്നില്ല. കാരണം ജീവിച്ചിരിക്കുന്ന ഒരു വിക്ടിമായതുകൊണ്ട് തന്നെ ജാപ്പനീസ് മാധ്യമങ്ങളോ അയർലാൻഡ് മാധ്യമങ്ങളോ അവളുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. മെയ് 23 രാത്രി പ്രോഗ്രാം കഴിഞ്ഞതിനു ശേഷം ടോക്കിയോ നഗരം മുഴുവൻ ചുറ്റിക്കണ്ട് ബാറിലെല്ലാം പോയി എൻജോയ് ചെയ്ത് അടുത്ത ദിവസം രാവിലെയുള്ള ആദ്യത്തെ ട്രെയിനിൽ തന്നെ ടക്കാസാക്കിയിലേക്ക് തിരിച്ചു പോവാനായിരുന്നു അവരുടെ പ്ലാൻ. ജപ്പാനിൽ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ കിട്ടുന്ന അവസരങ്ങളെല്ലാം അവർ മാക്സിമം എൻജോയ് ചെയ്തു. അന്ന് പാതിരാത്രിയോടെ നിക്കി മിനാജിന്റെ പ്രോഗ്രാം കഴിഞ്ഞു. കുറച്ച് ഷോപ്പിംഗ് എല്ലാം നടത്തിയതിനു ശേഷം അവർ രണ്ടാളും ഒരു ബാറിൽ കയറി.
എന്നാൽ ആ ബാറിന്റെ ക്ലോസിംഗ് ടൈം ആയതിനാൽ അവർക്കവിടെ അധിക നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അവർക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും രാവിലെയാക്കുകയും വേണം. റൂം എടുക്കാതെ ബാറിൽ രാത്രി സമയം ചെലവഴിക്കാമെന്നായിരുന്നു നിക്കോളയും ഫ്രണ്ടും തീരുമാനിച്ചിരുന്നത്. എന്നാൽ ബാർ ഉടനെ അടയ്ക്കുമെന്നതിനാൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ പോവാമെന്ന് അവർ തീരുമാനിച്ചു. ഈ സമയത്താണ് 2 യുവാക്കൾ അവരുടെ അടുത്ത് വന്ന് പരിചയപ്പെട്ടത്. അവർ രണ്ടാളും അമേരിക്കൻസ് ആണ്. അതിൽ 19 വയസ്സുള്ള റിച്ചാർഡ് ഹിൻസ് ഒരു മ്യൂസീഷ്യനും 23 വയസ്സുള്ള ജെയിംസ് ബ്ലാക്സ്റ്റൺ ഒരു ഡാൻസറുമാണ്. ലോകയാത്ര നടത്തുന്നതിന്റെ ഭാഗമായാണ് ഞങ്ങൾ ജപ്പാനിലെത്തിയത് എന്നും ടോക്കിയോയിലെ നൈറ്റ് ലൈഫിനെ കുറിച്ച് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ടെന്നും അവർ ആ പെൺകുട്ടികളോട് പറഞ്ഞു. ബാർ അടിക്കാൻ പോകുന്നതിന്റെ നിരാശയിൽ നിക്കോളയും അവളുടെ ഫ്രണ്ടും പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ തൊട്ടടുത്ത ടേബിളിലിരുന്ന് റിച്ചാർഡും ജെയിംസും കേട്ടിരുന്നു. ഇതോടെയാണ് അവർ ആ പെൺകുട്ടികളെ പരിചയപ്പെടാൻ തീരുമാനിച്ചത്. വളരെ നാളുകൾക്ക് ശേഷമാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ 2 പേരെ കിട്ടിയത് എന്നുള്ള സന്തോഷത്തിൽ ആ പെൺകുട്ടികളും അവരോട് പെട്ടെന്ന് കമ്പനിയായി. ഷിബുയ സിറ്റിയാണ് നൈറ്റ് ലൈഫിന് ഫേമസ്. 24 മണിക്കൂറും തുറന്നിരിക്കുന്ന ബാറുകൾ അവിടെയാണുള്ളത്. നമുക്ക് അങ്ങോട്ട് പോവാമെന്ന് റിച്ചാർഡും ജെയിംസും പറഞ്ഞു. വളരെ മാന്യതയോടെയുള്ള ആ ചെറുപ്പക്കാരുടെ പെരുമാറ്റത്തിൽ നിക്കോളയ്ക്കും അവളുടെ സുഹൃത്തിനും ഒരു പന്തികേടും തോന്നിയിരുന്നില്ല. ആ ഓഫർ നിരസിക്കണ്ട എന്ന് അവർക്ക് തോന്നി. ഇതോടെ അവർ 4 പേരും ചേർന്ന് ഷിബുയ സിറ്റിയിലെത്തി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ബാറിൽ കയറി മദ്യപിക്കാൻ തുടങ്ങി. ആദ്യ റൗണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ റിച്ചാർഡിന്റെയും ജെയിംസിന്റെയും പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ പ്രകടമായി. അടുത്തു തന്നെയുള്ള 4 സ്റ്റാർ ഹോട്ടലിലാണ് ഞങ്ങൾ റൂം എടുത്തിരിക്കുന്നത്. റെസ്റ്റ് എടുക്കണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാമെന്ന് അവർ പറഞ്ഞു. പക്ഷേ നിക്കോള ഫർലോങ് ആ ഓഫർ അപ്പോൾ തന്നെ നിരസിച്ചു. അത് വേണ്ട, രാവിലത്തെ ട്രെയിനിൽ ഞങ്ങൾ തിരിച്ചു പോവും, അതുവരെ ഈ ബാറിൽ തന്നെ ചിലവഴിക്കാമെന്നാണ് അവർ പറഞ്ഞത്. നിക്കോളയുടെ ഫ്രണ്ടും അതിനെ സപ്പോർട്ട് ചെയ്തു. പക്ഷേ പിന്നീട് നടന്നത് ആ പെൺകുട്ടികൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത കാര്യങ്ങളായിരുന്നു. രണ്ടാമത്തെ ഡ്രിങ്ക്സ് കഴിച്ച് കുറച്ചു നേരം കഴിഞ്ഞതും മദ്യം തലയ്ക്ക് പിടിച്ച് ആ പെൺകുട്ടികളുടെ സ്വബോധം നഷ്ടപ്പെട്ടു. ഇതോടെയാണ് റിച്ചാർഡിന്റെയും ജെയിംസിന്റെയും യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നത്. അവരുടനെ ഒരു ടാക്സി വിളിച്ച് ആ പെൺകുട്ടികളുമായി കിയോ പ്ലാസ ഹോട്ടലിലെത്തി. എന്നാൽ ടാക്സിയിൽ നിന്നും ഇറങ്ങി നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു ആ പെൺകുട്ടികൾ. അവസാനം ഹോട്ടൽ റിസപ്ഷനിൽ നിന്നും അറേഞ്ച് ചെയ്തു കൊടുത്ത വീൽ ചെയറുകളിലിരുത്തി അവരെ റൂമിലേക്ക് കൊണ്ടുപോയി. നാട്ടിൽ നിന്നും വന്ന ഞങ്ങളുടെ ഗേൾ ഫ്രണ്ട്സ് ആണെന്നും ഇരുവരും മദ്യലഹരിയിലാണ് എന്നുമായിരുന്നു റിച്ചാർഡും ജെയിംസും ഹോട്ടൽ റിസപ്ഷനിൽ പറഞ്ഞത്. ഹോട്ടൽ ജീവനക്കാരും അത് കാര്യമാക്കിയെടുത്തില്ല. ആ ഹോട്ടലിൽ റിച്ചാർഡും ജെയിംസും 2 റൂമുകൾ എടുത്തിരുന്നു. അതിൽ റിച്ചാർഡിന്റെ റൂമിലേക്കാണ് നിക്കോള ഫർലോങ്ങിനെ കൊണ്ടുപോയത്. നിക്കോളയുടെ ഫ്രണ്ടിനെ ജെയിംസിന്റെ റൂമിലേക്കും കൊണ്ടുപോയി. മണിക്കൂറുകൾ കടന്നുപോയി. ഇതോടെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സംഭവങ്ങൾ നടക്കുന്നത്. പുലർച്ചെ 3:20 1427 നമ്പർ റൂമിൽ നിന്നും ഒരു സ്ത്രീ ബഹളമുണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് പരാതി ലഭിക്കുകയും അതിനെ തുടർന്ന് നടന്ന പരിശോധനയിലാണ് ക്രൂരമായ പീഡനങ്ങളേറ്റ നിലയിൽ നിക്കോള ഫർലോങ്ങിനെയും അവളുടെ സുഹൃത്തിനെയും കണ്ടെത്തിയത്. ഹോസ്പിറ്റലിൽ വെച്ച് നിക്കോള ഫർലോങ് മരണപ്പെടുകയും ചെയ്തു. സംഭവം പോലീസ് കേസായതോടെ ടോക്കിയോ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കിയോ പ്ലാസ ഹോട്ടലിലെത്തിയ പോലീസ് ആ 2 അമേരിക്കൻ പൗരന്മാരെക്കുറിച്ചുമുള്ള ഫുൾ ഡീറ്റെയിൽസും കളക്ട് ചെയ്തു. അതുപോലെ അവിടുത്തെ CCTV വിഷ്വൽസും പരിശോധിച്ചു. ഏതാനും മണിക്കൂറുകൾക്കകം ടോക്കിയോ സിറ്റിയിലെ ഒരു ബാറിൽ വെച്ച് റിച്ചാർഡ് ഹിൻസും ജെയിംസ് ബ്ലാക്സ്റ്റണും അറസ്റ്റ് ചെയ്യപ്പെട്ടു. ആ പെൺകുട്ടികൾക്ക് മദ്യത്തിൽ മയക്കുമരുന്ന് കലർത്തി നൽകി ഹോട്ടൽ റൂമിലെത്തിച്ച് പീഡിപ്പിച്ചു എന്നാണ് അവർക്കെതിരെ ചാർജ് ചെയ്തിട്ടുള്ള കേസ്. ഇനി നിക്കോളയുടെ മരണകാരണം പുറത്തു വന്നാലേ കൂടുതൽ വകുപ്പുകൾ ചേർത്താൻ കഴിയൂ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നതുവരെ പോലീസ് കാത്തിരുന്നു. റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ നിക്കോളയുടെ കഴുത്തിൽ ടവല് പോലുള്ള എന്തോ തുണി കൊണ്ട് മുറുക്കിയിട്ടുണ്ട് എന്ന് കണ്ടെത്തി. അതുപോലെ അവളുടെ ദേഹത്ത് ധാരാളം ഡിഫെൻസീവ് വൂൺസ് ഉണ്ടായിരുന്നു. റിച്ചാർഡ് അവളെ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട് എന്നും കഴുത്തു ഞെരിച്ചതിനെ തുടർന്നാണ് അവൾ മരണപ്പെട്ടത് എന്നും പോലീസുകാർക്ക് മനസ്സിലായി. ഇതോടെ റിച്ചാർഡിന് മേൽ കൊലക്കുറ്റം കൂടി ചുമത്തപ്പെട്ടു. കേസ് കോടതിയിലെത്തി. വിചാരണ ആരംഭിച്ചു. എന്നാൽ താൻ നിക്കോളയെ മനഃപൂർവ്വം കൊന്നതല്ല എന്നും അബദ്ധത്തിൽ സംഭവിച്ചു പോയതാണ് എന്നും പറഞ്ഞ് റിച്ചാർഡ് പുതിയൊരു കഥയാണ് കോടതിയിൽ പറഞ്ഞത്. റിച്ചാർഡ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാനും നിക്കോളയും ഹോട്ടൽ റൂമിലെത്തിയതിനു ശേഷം ഞങ്ങൾ സെക്സിൽ ഏർപ്പെടാൻ തീരുമാനിച്ചു. അവളുടെ ഇഷ്ടത്തോടെ തന്നെയാണ് അത് ചെയ്തത്. റഫ് സെക്സ് ആയിരുന്നു ഞങ്ങൾക്ക് താല്പര്യം. അത് ചെയ്തുകൊണ്ടിരിക്കെ ഞാൻ അവളുടെ കഴുത്തിൽ ബലമായി പിടിച്ചു. എന്നാൽ നിക്കോള അൺകോൺഷ്യസ് ആയി നിലത്ത് വീണതോടെയാണ് ഞാൻ അപകടം തിരിച്ചറിഞ്ഞത്. അവളെ ഞാൻ കൊല്ലാൻ വേണ്ടി ചെയ്തതല്ല എന്നായിരുന്നു റിച്ചാർഡ് കോടതിയിൽ പറഞ്ഞത്. അതുപോലെ ഡ്രഗ്സും ആൽക്കഹോളും അമിതമായി അകത്തു ചെന്നത് കാരണമാണ് നിക്കോള മരിച്ചത് എന്നും അവളത് സ്വയം ഉപയോഗിച്ചതാണ്, തന്റെ കക്ഷിക്ക് അവളുടെ മരണത്തിൽ ഒരു പങ്കുമില്ല എന്നും ഡിഫൻസ് ടീം വാദിച്ചു.
എന്നാൽ പ്രോസിക്യൂഷൻ ഡിഫൻസ് ടീമിന്റെ വാദങ്ങളും റിച്ചാർഡിന്റെ മൊഴിയും തള്ളിക്കളഞ്ഞു. കിയോ പ്ലാസ ഹോട്ടലിലെ CCTV ഫുട്ടേജുകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കി. അതിൽ അബോധാവസ്ഥയിലായ ആ സ്ത്രീകളെ റിച്ചാർഡും ജെയിംസും വീൽ ചെയറിലിരുത്തി അവരുടെ റൂമുകളിലേക്ക് കൊണ്ടുപോകുന്നത് വ്യക്തമായി കാണുന്നുണ്ട്. അതിനാൽ തന്നെ ആ പെൺകുട്ടികൾ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ആ ഹോട്ടലിലേക്ക് പോയത് എന്നുള്ളതിന് തെളിവുകളില്ല. അതുപോലെ നിക്കോളയുടെ ദേഹത്തായിട്ടുള്ള ഡിഫൻസീവ് വോൺസ് അക്രമം ചെറുക്കാൻ ശ്രമിച്ചതിന്റെ സൂചനകളാണ്. ഒരുപക്ഷെ റിച്ചാർഡ് അവളോട് മോശമായി പെരുമാറുന്ന സമയത്ത് അവൾക്ക് ബോധം തിരിച്ചു കിട്ടിക്കാണും. ലൈംഗികാതിക്രമം നിക്കോള എതിർത്തതോടെ അവളെ റിച്ചാർഡ് ആക്രമിക്കുകയും കഴുത്തിൽ ടവലിട്ട് മുറുക്കി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടാവും. ഇതേ തുടർന്നാണ് അവൾ ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നിക്കോള റിച്ചാർഡുമായി സെക്സിന് തയ്യാറായി എന്ന റിച്ചാർഡിന്റെ വാദം നിലനിൽക്കില്ല എന്നും റേപ്പും മർഡറുമാണ് നടന്നിരിക്കുന്നത് എന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. പ്രോസിക്യൂഷൻ വാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ നിക്കോളയുടെ ഫ്രണ്ടും റേപ്പ് വിക്ടിമുമായ പെൺകുട്ടിയും മൊഴി കൊടുത്തു. ഹോട്ടലിലേക്ക് വരുന്നില്ല എന്നുള്ള കാര്യം ഞങ്ങൾ രണ്ടാളും തുറന്നു പറഞ്ഞതാണ്. ഞങ്ങളുടെ സമ്മതമില്ലാതെയാണ് അവർ ഞങ്ങളെ ഹോട്ടലിലെത്തിച്ച് പീഡിപ്പിച്ചത്. അതിനായി അവർ മദ്യത്തിൽ മയക്കുമരുന്ന് കലർത്തി തന്നതാണെന്നും ഞങ്ങളുടെ ശരീരത്തിൽ കണ്ടെത്തിയ മയക്കുമരുന്നിന്റെ സാന്നിധ്യം അങ്ങനെ വന്നതാണെന്നും മദ്യമല്ലാതെ ഞങ്ങൾ മറ്റൊന്നും കഴിച്ചിട്ടില്ല എന്നുമാണ് നിക്കോളയുടെ സുഹൃത്തിന്റെ വെളിപ്പെടുത്തൽ. ആ അമേരിക്കൻ യുവാക്കളെ രക്ഷിച്ചെടുക്കാൻ ഡിഫൻസ് മാക്സിമം ശ്രമം നടത്തി. മദ്യപിച്ചു ലക്കുകെട്ട പെൺകുട്ടികളെ വഴിയിൽ ഉപേക്ഷിച്ചു പോവാതെ അവർക്ക് താമസിക്കാൻ ഒരിടം നൽകുക മാത്രമാണ് തങ്ങളുടെ കക്ഷികൾ ചെയ്തത് എന്നും പിന്നീട് നടന്നതെല്ലാം മദ്യലഹരിയിലായിരുന്നു എന്നും ഒന്നും മനഃപൂർവ്വം ചെയ്തതല്ല എന്നുമുള്ള രീതിയിലായി ഡിഫൻസ് വാദം. 4 പേരും മദ്യലഹരിയിലായിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ആകസ്മികമായി സംഭവിച്ചതായിരിക്കും ഈ അപകടം എന്നുള്ള രീതിയിൽ കോടതിയും ചിന്തിച്ചു തുടങ്ങി. സംശയത്തിന്റെ ആനുകൂല്യം പ്രതികൾക്ക് ലഭിക്കുമെന്നുള്ള സാഹചര്യം വന്നതോടെ പ്രോസിക്യൂഷൻ വളരെ നിർണായകമായ ഒരു എവിഡൻസ് കോടതിക്ക് മുന്നിലെത്തിച്ചു. പ്രതികൾ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്തത് എന്ന് തെളിയിക്കുന്നതായിരുന്നു ആ എവിഡൻസ്. റിച്ചാർഡും ജെയിംസും ചേർന്ന് നിക്കോളയെയും അവളുടെ സുഹൃത്തിനെയും കിയോ പ്ലാസ ഹോട്ടലിലെത്തിച്ച ആ ടാക്സി ഏതാണെന്ന് പോലീസ് കണ്ടെത്തുകയും അയാളുടെ മൊഴിയെടുക്കുകയും ചെയ്തതോടെയാണ് നിർണായകമായ ആ തെളിവ് ലഭിച്ചത്. ആ ടാക്സിക്ക് അകത്തു വെച്ച് തന്നെ ജെയിംസ് നിക്കോളയുടെ ഫ്രണ്ടിനോട് മോശമായ രീതിയിൽ പെരുമാറുന്നത് ആ ടാക്സി ഡ്രൈവർ കണ്ടിരുന്നു. ആ സമയത്ത് ആ 2 പെൺകുട്ടികളും അൺകോൺഷ്യസ് ആയിരുന്നു. എന്നാൽ റിച്ചാർഡും ജെയിംസും സ്വബോധത്തോടെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ടാക്സി ഡ്രൈവറിന്റെ ഈ ഒരു മൊഴി മാത്രമല്ല കേസിനെ സ്ട്രോങ് ആക്കിയത്. ആ ടാക്സിക്കകത്ത് ഒരു സർവൈലൻസ് ക്യാമറയുണ്ടായിരുന്നു. അതിൽ ഈ വിഷ്വൽസ് എല്ലാം പതിഞ്ഞിട്ടുണ്ട്. വിഷ്വൽസ് മാത്രമല്ല, റിച്ചാർഡും ജെയിംസും ആ ടാക്സിക്കകത്ത് വെച്ച് സംസാരിച്ച ഓഡിയോയും ആ സർവൈലൻസ് ക്യാമറയിലെ ഫുട്ടേജിൽ ക്ലിയറായി കേൾക്കുന്നുണ്ടായിരുന്നു. ആ പെൺകുട്ടികളുമായി ഹോട്ടലിൽ ചെന്ന് അവരെ ലൈംഗികമായി ഉപയോഗിക്കാൻ പോകുന്നതിനെക്കുറിച്ചുള്ള വളരെ മോശമായ ഭാഷയിലുള്ള സംസാരങ്ങളാണ് അവർക്കിടയിൽ നടന്നത്. അതുപോലെ ബാറിൽ വെച്ച് ഡ്രിങ്ക്സിൽ മയക്കുമരുന്ന് കലർത്തിയതിനെക്കുറിച്ചും അവർ സംസാരിച്ചിരുന്നു. അവർ മനഃപൂർവ്വം പ്ലാൻ ചെയ്താണ് ഇതെല്ലാം ചെയ്തത് എന്ന് തെളിയിക്കാൻ ആ ഒരൊറ്റ വീഡിയോ ഫുട്ടേജ് മതിയായിരുന്നു. അതാണ് പ്രോസിക്യൂഷൻ കോടതി മുൻപാകെ സമർപ്പിച്ചത്. ഇതോടെ ഡിഫൻസിന്റെ വാദങ്ങളെല്ലാം പൊളിഞ്ഞു. പ്രതികൾ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് കോടതി കണ്ടെത്തി. വിചാരണ സമയത്ത് നിക്കോളയുടെ പാരന്റ്സ് അയർലാൻഡിൽ നിന്നും ജപ്പാനിലെ കോടതിയിലെത്തിയിരുന്നു. തങ്ങളുടെ മകളെ കൊലപ്പെടുത്തിയവന് അർഹിച്ച ശിക്ഷ ലഭിക്കുന്നത് കാണാനായാണ് അവരെത്തിയതെങ്കിലും നിരാശയായിരുന്നു ഫലം. ജാപ്പനീസ് നിയമവ്യവസ്ഥയായിരുന്നു വില്ലനായി മാറിയത്. ജാപ്പനീസ് നിയമത്തിൽ ഒരു വ്യക്തിയെ അഡൾട്ടായി പരിഗണിക്കണമെങ്കിൽ അയാൾക്ക് 20 വയസ്സ് തികയണം. ഇവിടെ നിക്കോള ഫർലോങ്ങിന്റെ കില്ലറായ റിച്ചാർഡ് ഹിൻസിന് 19 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. മൈനറായിട്ടുള്ള വ്യക്തികൾ ഇത്തരത്തിലുള്ള ക്രൈമുകൾ ചെയ്താൽ 5 മുതൽ 10 വർഷം വരെ ശിക്ഷ നൽകാനേ ജാപ്പനീസ് നിയമത്തിൽ അനുശാസിക്കുന്നുള്ളൂ. മറിച്ച് റിച്ചാർഡിന് 20 വയസ്സായിരുന്നുവെങ്കിൽ വധശിക്ഷ വരെ ലഭിക്കുമായിരുന്നു. ഈ കേസിൽ നിക്കോളയെ റേപ്പ് ചെയ്തതിനു ശേഷമാണ് കൊന്നത് എന്നുള്ളതുകൊണ്ട് മാക്സിമം ശിക്ഷയായ 10 വർഷമാണ് റിച്ചാർഡിന് വിധിച്ചത്. ജെയിംസ് ബ്ലാക്സ്റ്റന് കൊലപാതകത്തിൽ പങ്കില്ല എന്ന് കണ്ടെത്തിയ കോടതി റേപ്പിന് മാത്രമാണ് അവനെ ശിക്ഷിച്ചത്. അതും വെറും 3 വർഷം മാത്രം. 3 വർഷത്തിനു ശേഷം 2016 ജെയിംസ് ബ്ലാക്സ്റ്റനും 10 വർഷത്തിനു ശേഷം 2022 റിച്ചാർഡ് ഹിൻസും ജയിൽ മോചിതരാവുകയും അമേരിക്കയിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്തു. ഇരുവരും നിലവിൽ ഡാൻസറായും മ്യൂസീഷ്യനായും അവരുടെ മേഖലകളിൽ തിളങ്ങി നിൽക്കുന്നു. നഷ്ടം ഇരകളുടെ കുടുംബത്തിന് മാത്രം. തീർത്തും നിരാശാജനകമായ വിധിയാണ് ജാപ്പനീസ് കോടതിയിൽ നിന്നുമുണ്ടായത്. എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്ത് പറയൂ. പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ഇന്ത്യൻ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ സെക്കൻഡ് ചാനലായ ഇൻവെസ്റ്റിഗേഷൻ സ്പോട്ട് 2.0 സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
ചാനൽ ലിങ്ക് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.